മക്കളെ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം പാർട്ട് 9 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഇവിടെയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതിന്റെ തുടർച്ചയായ കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചായിരുന്നു ഇവിടെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് ഉണ്ട്. മക്കളെ ഈ സർക്കുലർ കറണ്ട് ലൂപ്പിന് മറ്റൊരു പേരുണ്ട് കോയിൽ. എന്താണ് കോയിൽ? സോ സർക്കുലർ കറണ്ട് ലൂപ്പിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? കോയിൽ. സോ ഒരു കോയിലുണ്ട്. ആ കോയിലൂടെയാണെങ്കിൽ കറണ്ട് ഒഴുകുകയാണ്. സർക്കുലർ കറണ്ട് ലൂപ്പിലൂടെ കറണ്ട് ഒഴുകുകയാണ്. ഇത് ആക്സിയൽ ലൈൻ ആണ്. അവിടുത്തെ ഒരു പോയിന്റ് ആണ് പോയിന്റ് പി. പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് ബി വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയും സർ മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് സർക്കുലർ ലൂപ്പിന്റെ അല്ലെങ്കിൽ കോയിലിന്റെ സെന്റർ, അതായത് ഒ മുതൽ പി വരെയുള്ള അകലമാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. അതുപോലെ സർക്കുലർ കോയിലിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. സോ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ കണ്ടുപിടിച്ചാണ് ബയോട്സ് വാൽവുടെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിച്ചതാണ്. ഇനി ഇതിന്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് ആണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഇഫ് the coil has n number of turns, if there is n number of turns in the coil, so coil എത്ര ടേൺസ് ഉണ്ട്? n number of turns ഉണ്ട്. കണ്ടോ, കോയിൽ ഇങ്ങനെ n number of turns ഉണ്ടെങ്കിൽ ആക്സിൽ ലൈനിൽ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. ഈ അകലമാണ് ആർ എന്ന് പറയുന്നത്, ഈ അകലമാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? സോ നമുക്ക് എന്ത് ചെയ്യണം, ആ n ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു n കൊടുക്കണം. സോ നമുക്ക് കിട്ടും മ്യൂ സീറോ ബൈ, അല്ലെങ്കിൽ ഇവിടെ തന്നെ മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇൻറ്റു എൻ എന്നിവിടെ പറയേണ്ടി വരും, ഇൻറ്റു എൻ. സോ ഇതിൻ്റെ കൂടെ n കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. ശരി, അങ്ങനെയെങ്കിൽ അടുത്ത കേസാണ് കേസ് നമ്പർ 2. ഇവിടെയാണെങ്കിൽ ഒരു സിംഗിൾ കോയിൽ മാത്രമേ ഉള്ളൂ, n നമ്പർ ഓഫ് ടേൺസ് ഒന്നും ഇല്ല, ഒരു സിംഗിൾ കോയിൽ മാത്രമേ ഉള്ളൂ എന്ന് കരുതിക്കോ. ഇനി ഇത് പറയുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്. അങ്ങനെയെങ്കിൽ ഈ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ ആണെങ്കിൽ ഇത്രയും അകലെ ഉണ്ടായിരുന്നു, ആ അകലം കുറഞ്ഞപ്പോൾ സെന്ററിലായിട്ടുണ്ട്. സോ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഐ എന്ന കറണ്ട് കടന്നു പോകുന്നുണ്ട്, ഇതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അങ്ങനെയെങ്കിൽ ആ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം ആക്സിൽ ലൈൻ ആണെങ്കിൽ ആക്സിൽ ലൈനിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ എത്രയാണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 എന്നാണ്. സോ ഇവിടെ അറ്റ് സെന്റർ സ്മോൾ ആറിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഈ സ്മോൾ ആറിന്റെ വാല്യൂ കുറഞ്ഞ് സെൻട്രലാവുമ്പോൾ സ്മോൾ ആറിന്റെ വാല്യൂ 0 ആയിട്ട് മാറും. സോ സ്മോൾ ആറിന്റെ വാല്യൂ, ഈ സ്മോൾ ആറിന്റെ വാല്യൂ 0 ആയിട്ട് പോയി. അപ്പോൾ ഈ ഇത്രയും 0 ആയിട്ട് പോകും, ശരിയല്ലേ? ഇത്രയും 0 ആയിട്ട് പോകും. അപ്പോൾ എങ്ങനെ കിട്ടും? ബി അറ്റ് സെന്റർ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ നമുക്ക് അതുപോലെ എഴുതാം, ഐ നമുക്ക് അതുപോലെ എഴുതാം, ക്യാപിറ്റൽ ആർ സ്ക്വയറും അതുപോലെ എഴുതാം, 2 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ അതുപോലെ എഴുതാം. പക്ഷേ ഇത് 0 ആയി പോയി, ഇത് ഹോൾ റേസ് ടു 3/2. സോ 2 ഉം 2 ഉം ക്യാൻസൽ ആകും. നമുക്ക് കിട്ടും മ്യൂ സീറോ ഐ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആർ ക്യൂബ് എന്ന് കിട്ടും. ഈ ആർ ക്യൂബും ആർ സ്ക്വയറും ക്യാൻസൽ ആകും. സോ ഇവിടെ ആർ എന്ന് കിട്ടും. സോ ആൻസർ കിട്ടും മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ 2r. മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ 2r. സോ മ്യൂ സീറോ ബിന്റെ വാല്യൂ എത്രയാണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ ഡിവൈഡ് ബൈ 2r എന്ന് കിട്ടും. എന്താണ്? അറ്റ് സെന്റർ. ഇനി കോയിലിൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ, ഇങ്ങനെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിലോ, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ അറ്റ് സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും? അറ്റ് സെന്റർ ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ n എന്നിവിടെ വരും ഡിവൈഡ് ബൈ 2r എന്ന് വരും. മനസ്സിലായോ? അറ്റ് സെന്ററിൽ. സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യമാണ്. ശരി മക്കളെ, അപ്പോൾ നമുക്ക് കേസ് 2 മനസ്സിലായി. ഇനി കേസ് നമ്പർ 3. കേസ് നമ്പർ 3 പറയുന്നത് ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ തീരെ ചെറുതാണ്, സ്മോൾ ആർ വളരെ വലുതാണ്.
അങ്ങനെയെങ്കിൽ പി എന്ന പോയിന്റ് ഉണ്ട്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ്. സോ കേസ് എന്താണ്? ക്യാപിറ്റൽ ആറിനേക്കാളും വളരെ വലുതാണ് സ്മോൾ ആർ. ഇതാണ് കേസ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 I r സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു r സ്ക്വയർ പ്ലസ് r സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. പക്ഷെ ഈ കേസിലാണെങ്കിൽ ഇതൊരു ചെറിയ നമ്പറാണ്. ഇതെന്താണ്? ഒരു ചെറിയ നമ്പറാണ്. വലിയ നമ്പറിലൂടെ ഒരു ചെറിയ നമ്പർ ആഡ് ചെയ്യുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ആ ബൈനോമിയൽ തിയറി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് കളയാം. ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാം. ഒരു വലിയ നമ്പറിലൂടെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ വളരെ വലുതാണ്, സ്മോൾ ആർ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ വളരെ ചെറുതാണ്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 രൂപയാണെന്ന് കരുതിക്കും. 1,00,000 കൂടെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 പൈസ ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ കാര്യമായ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. സോ ഈ 50 പൈസ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്ത് കളയാം. 50 പൈസ നമുക്ക് അവോയ്ഡ് ചെയ്യാം. 1,00,000 കൂടെ ഒരു 50 പൈസ കൂട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. 1,00,000 കൂടെ ആണെങ്കിൽ ഒരു 50 പൈസ അല്ലെങ്കിൽ 0.5 മൾട്ടിപ്ലൈ നോക്ക്. 1,00,000 ഇൻറ്റു 0.5 എത്ര കിട്ടും? 50,000 മാറും. ശരിയാണോ? സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വലിയ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഡിഫറൻസും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഇവിടെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ഓക്കെ ആണോ? സോ ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും μ0 I r സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്തു. പിന്നെ ആരുണ്ട്? r സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. സോ 2 ഇൻറ്റു ക്യാൻസൽ ആകും. നമുക്ക് കിട്ടും μ0 I r സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു r³ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നമ്മളുടെ സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുന്നതിൻ്റെ 3 കേസസും നല്ല ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.